ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ എൻ്റെ തലയിൽ ഈ ഒരു പാർട്ടിൽ അത്രയും മുടി ഞാൻ ചീകുന്നതിനിടയ്ക്ക് പൊഴിഞ്ഞ് എൻ്റെ കയ്യിൽ വന്നു. പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് എൻ്റെ മീശ കംപ്ലീറ്റ്ലി പോയി, താടി ഫുള്ള് പോയി, പിരികം പോയി. എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും യൂട്യൂബിൽ അലോപേഷ്യ യൂണിവേഴ്സാലിസ് അല്ലെങ്കിൽ അലോപേഷ്യ എന്താണ്, എങ്ങനെയാണ് ഈ ശരീരത്തിൽ മുടി കൊഴിഞ്ഞു പോയിട്ട് തിരിച്ചു വരുമോ എന്നൊക്കെയുള്ള സംശയമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. അലോപേഷ്യ യൂണിവേഴ്സാലിസ് നമ്മൾ ആരും തന്നെ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ വളരെ ചുരുക്കമായിട്ട് മാത്രം കേട്ടിട്ടുള്ള ഒരു പേരാണ് അലോപേഷ്യ. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നമ്മുടെ ശരീരത്തിലുള്ള സ്വന്തം ഇമ്മ്യൂണിറ്റി നമ്മളെ തന്നെ നമുക്കെതിരെ തന്നെ ബാധിക്കുന്ന ഒരു സംഭവമാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. അതായത് ഒരു ഏകദേശം 9 മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം രാവിലെ ഞാൻ എണീറ്റ് എൻ്റെ മുടി ചീകുന്ന സമയത്ത് ഒരു പാർട്ട് ഇളകി എൻ്റെ കയ്യിലിങ്ങി വന്നു. ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു. മറ്റേ സിനിമയിൽ മറ്റേ വിക്രത്തിൻ്റെ കയ്യിൽ മുടി വന്ന പോലെ എനിക്കത് പെട്ടെന്ന് ആ ഒരു സീനാണ് മനസ്സിൽ ഓർമ്മ വന്നത്. ഞാനിത് എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞത് ഇത് മറ്റേ സംഭവമല്ലേ. ഓക്കെ, എനിവേ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ചെന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ തലയുടെ പിറകിലും താടിയുടെ ഈ ഭാഗത്തും മുടിയുടെ ഈ ഏരിയയിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വട്ടത്തിലുള്ള പാച്ച് ഉണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞത് അലോപേഷ്യ ഏരിയേറ്റ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, 1 മാസം മെഡിസിൻ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, എനിവേ ഞാൻ മെഡിസിൻ എടുത്തു. അങ്ങനെ ഞാൻ അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്ന ഈ അസുഖത്തിന് വേണ്ടി മെഡിസിൻ കഴിച്ചു തുടങ്ങി. വിത്തിൻ 1 മന്ത് എൻ്റെ തലയിലെ ഒരു 90% മുടിയും പോയി. എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലല്ല. ഒന്നാമത് ഡ്യൂട്ടി, ജോലി ഭാരം, സ്ട്രെസ്സ്, ടെൻഷൻ, ഫിനാൻഷ്യൽ ഇഷ്യൂസ്, നോർമലി എല്ലാവർക്കും ഉള്ളതുപോലെ ഫാമിലി പ്രോബ്ലംസ് എല്ലാം ഉള്ള ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. അങ്ങനെ ഇതും കൂടെ ആയപ്പോൾ എൻ്റെ കിളി മൊത്തത്തിൽ പോയി. തലയിലെ മുടി ഒരു 90% പോയി. സോ ഞാൻ ബാക്കി ഇരുന്ന അവിടെ കുറച്ചിരുന്ന പാർട്സ് എല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് ട്രിം ചെയ്ത് കളഞ്ഞു. എനിവേ താടിയും മീശയൊക്കെ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് ഞാൻ സമാധാനിച്ചു. മരുന്ന് കഴിച്ചാൽ വരുമായിരിക്കും എന്ന് കരുതി ഞാനിരുന്നു. പെട്ടെന്ന് ഒരു 10-12 ദിവസത്തിനുള്ളിൽ എൻ്റെ താടിയും മീശയും വീണ്ടും കൊഴിയാൻ തുടങ്ങി എന്ന് പറഞ്ഞാലും പോലെ ഞാനൊരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അബ്നോർമലായിട്ട് ജസ്റ്റ് പിടിക്കുമ്പം ഇളകിപ്പോകുന്ന രീതിയിലായി താടിയും മീശയും കാര്യങ്ങളൊക്കെ. എന്താണ് സംഭവിക്കുന്നതെന്നുള്ള ഒരു ഐഡിയയും എനിക്കില്ല. ഇനി എന്ത് ചെയ്യും ഒരു പിടുത്തമില്ല. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഒരു മലയാളി ഡോക്ടറായിരുന്നു, അദ്ദേഹം പറഞ്ഞു ഈ മെഡിസിൻ, അതായത് ഇതിനൊരു മെഡിസിൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇതിനുള്ളത് നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി, ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു മെഡിസിൻ ഉണ്ട്. പക്ഷേ അത് UAE എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 15,000 ദിറംസ്, നാട്ടിലും 3-3.5 ലക്ഷത്തിലധികം രൂപ ചിലവ് വരുന്നൊരു മെഡിസിനാണ്. അവരെന്നോട് നാട്ടിൽ പോയി മെഡിസിൻ എടുക്കാൻ നിർദ്ദേശിച്ചു. ഞാൻ അങ്ങനെ നാട്ടിൽ വന്ന് കൊല്ലം NS ഹോസ്പിറ്റലിൽ ഡോക്ടർ അജയ് കൃഷ്ണൻ, അദ്ദേഹമാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തത്. മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. നോർമലി അറിയാമല്ലോ നമ്മുടെ ഇംഗ്ലീഷ് മെഡിസിൻസിൻ്റെ സൈഡ് എഫക്ട്സ്. ഈ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തതും എനിക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമുള്ള ബോഡി പെയിൻ, ഹിക്കപ്സ് ഒരു സൈഡ് എഫക്റ്റ് ആയിരുന്നു. ഹിക്കപ്സ് മീൻസ് ഇക്കിള് ഒരു അബ്നോർമലായിട്ടുള്ള 3 ദിവസം ഞാൻ നിർത്താതെ ഇക്കിള് തന്നെ 3 ദിവസം നിർത്താതെ ഓരോ 15 സെക്കൻഡിലും എനിക്ക് ഇക്കിള് ഉണ്ടായിക്കൊണ്ടിരുന്നു. വൊമിറ്റിങ്, നടുവേദന, ഞാൻ ആകെ പെട്ടു. ബോഡിയിലാണെങ്കിൽ അപ്പോഴത്തേക്കും എൻ്റെ ശരീരത്തിലുള്ള 95% രോമങ്ങളും കൊഴിഞ്ഞു. 2 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി ശരീരത്തിൽ. അതായത് ബോഡിയിൽ ഒരൊറ്റ ഹെയർ ഇല്ല, പിരികമില്ല, മീശയില്ല, താടിയില്ല, ഒന്നുമില്ല. നമ്മുടെ കക്ഷത്തിൽ അവിടെ പോലും മുടിയില്ല, എവിടെയും മുടിയില്ല. ചെസ്റ്റിലെ രോമം എല്ലാം പോയി. ചെറിയ വൈറ്റ് വെള്ള കളറിലെ രോമങ്ങൾ വന്നു തുടങ്ങി. എനിക്ക് മനസ്സിലായി ഇത് വരും എന്നൊരു പ്രതീക്ഷ. ചെറിയ രോമങ്ങൾ വന്നു. ഞാൻ ആ 1 മാസം കൂടെ മെഡിസിൻ കഴിച്ച് നിർത്തി. ഡോക്ടറും പറഞ്ഞു ഈ മെഡിസിൻസ് അധികം എന്നെക്കൊണ്ട് കഴിപ്പിക്കുന്നതിലും അദ്ദേഹത്തിന് താല്പര്യമില്ല. വളരെ വളരെ നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. കൊല്ലം NS ഹോസ്പിറ്റൽ, അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ അജയ് കൃഷ്ണൻ. എന്ത് തന്നെയായാലും ഞാൻ മെഡിസിൻ എടുത്തു. ഞാൻ വളരെ ചുരുക്കി പറയാണ്, മെഡിസിൻ എടുത്തു. 3-4 മാസം കൊണ്ട് താടി കിളിക്കാൻ തുടങ്ങി. താടി കിളിച്ചു, മീശ കിളിച്ചു. മീശ എനിക്ക് കംപ്ലീറ്റ് വന്നു. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എൻ്റെ ഈ മീശയുടെ ഇത്രയും ഭാഗങ്ങളായി പോയി. വീണ്ടും പഴയതുപോലെ താടിയും ഇളകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഇന്നത്തെ ഡേറ്റ് എത്രയാണ്? ഇന്ന് 9-ാണ് തീയതി, ഓഗസ്റ്റ് 9, 2024. എനിക്കറിയത്തില്ല, താടിയും മീശയും വീണ്ടും പൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. തലയിൽ മുടി ഒന്നും തന്നെയില്ല. തലയിൽ മുടിയിൽ അങ്ങ് കുറച്ച് രോമങ്ങൾ നിൽക്കുന്നതല്ലാതെ തലയിൽ മുടിയില്ല. ബാക്കി ബോഡിയിൽ, ചെസ്റ്റിലൊക്കെ ഹെയർ വന്നു. ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചതാണ്. കഴിഞ്ഞ വർഷം നവംബർ ലാസ്റ്റാണ് എനിക്ക് ഈ കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്തത്. 1.5 മാസം കൊണ്ട് 100% മുടിയും ശരീരത്തിൽ നിന്ന് കൊഴിഞ്ഞു പോയപ്പോഴേക്കും അറിയാമല്ലോ, ഞാൻ ഏകദേശം എനിക്ക് 13-14 വയസ്സുള്ളപ്പോൾ മീശയും താടിയും വന്നതാണ്.
അന്ന് തൊട്ട് ഇത്രയും വർഷം, എനിക്കിപ്പോൾ 26 വയസ്സ് കഴിഞ്ഞു, ഇത്രയും വർഷവും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന താടിയും മീശയും ഞാൻ ജീവിതത്തിൽ 1-2 തവണ ക്ലീൻ ഷേവ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ദുബായിൽ ജോലി ചെയ്യുമ്പം ഷേവിങ് മാൻഡറ്ററി ആയിരുന്നു. എന്നിട്ട് പോലും ഞാൻ ഷേവ് ചെയ്യാതെ ഒളിച്ചും മാസ്കൊക്കെ ഇട്ട് നടക്കുക. അത്രയ്ക്കും നമ്മളറിയാമല്ലോ, നമ്മുടെ താടി മീശ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ഇതല്ലേ. അങ്ങനെ കെയർ ചെയ്തുകൊണ്ട് വന്ന താടി ഒരു കാര്യമില്ല. അത് എന്താണ് റീസൺ എന്ന് ആർക്കും അറിയില്ല. ഞാൻ എൻ്റെ എല്ലാ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തു. തൈറോയിഡ്, അനീമിയ, ഈവൻ HIV, TB എല്ലാ ടെസ്റ്റും ചെയ്തു. അൽഹംദുലില്ലാ എല്ലാ ടെസ്റ്റും നോർമലായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കും അറിയില്ല. ഇതിന് പ്രത്യേകിച്ചൊരു റീസൺ വേണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും വരാം. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് ചില കാര്യങ്ങൾ കാരണമാകാറുണ്ട്. അമിതമായ സ്ട്രെസ്സ്, ഉറക്കമില്ലായ്മ, കറക്റ്റ് സമയത്തിന് ഫുഡ് കഴിക്കാത്തത്, പിന്നെ നമ്മളെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെടുന്നത്, പിന്നെ ജെനറ്റിക്കായിട്ട്. എനിക്കിതൊന്നുമില്ല. ഞാൻ ഫുഡ് സ്കിപ്പ് ചെയ്യാറുണ്ട്, ഉറക്കമൊന്നും അങ്ങനെ സ്കിപ്പ് ചെയ്തില്ല. താമസം ഇടന്നാലും ഞാൻ ഒരു 8-9 മണിക്കൂർ കഴിയാതെ എണീക്കത്തില്ല. അത് മാത്രമല്ല, ജെനറ്റിക്കലി പറയുകയാണെങ്കിൽ ഫാമിലിയിൽ എല്ലാവർക്കും ഇങ്ങനൊരു അസുഖം ഉള്ളതായിട്ട് ആർക്കും അറിയില്ല. ഇനി കുറേ 4-5 തലമുറ മുമ്പോട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലുള്ളൂ. എനിവേ, ഒരു പിടുത്തവുമില്ല എന്താ സംഭവിച്ചതെന്ന്. ഞാനാകെ പക്ഷേ ഇതെങ്കിലും വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല എന്താ. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതുപോലുള്ള അസുഖങ്ങൾ ആർക്കെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഡോണ്ട് വെറി, നിങ്ങൾ പ്രതീക്ഷ കൈവിടരുത്. ഒരിക്കലും നിങ്ങളുടെ അസുഖത്തിനെ ശപിക്കേണ്ട. എനിവേ, പറയാനുള്ളതെന്ന് വെച്ചാൽ, എനിക്ക് ഇങ്ങനെ അലോപേഷ്യയുമായിട്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കൊല്ലം പരിസരത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, NS ഹോസ്പിറ്റലിലെ ഡോക്ടർ അജയ് കൃഷ്ണൻ, അദ്ദേഹം വളരെ നന്നായിട്ട് ഇത് ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന മനുഷ്യനാണ്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, അത് ആയുർവേദം ഒരു നല്ലൊരു സൊല്യൂഷനാണെന്ന് ഒരുപാട് റിസൾട്ട് കണ്ടിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മുടെ വിജയൻ മാസ്റ്റർ, കണ്ണൂരുള്ള വിജയൻ മാസ്റ്റർ. പിന്നെ ഒരു ഫേമസ് ആയിട്ടുള്ളത് KL ആയുർവേദ എന്ന് പറഞ്ഞ ഒരു ഇത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് KL ആയുർവേദ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. ഇതൊക്കെയാണ് സൊല്യൂഷൻ. നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടുള്ള കാര്യങ്ങൾ? പ്രോപ്പറായിട്ട് മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, കറക്റ്റ് സമയത്തിന് ഉറങ്ങുക, ഫുഡ് കഴിക്കുക. പിന്നെ മെയിൻ കാര്യം, സ്ട്രെസ് എടുക്കരുത്. നോർമലി എൻ്റെ പഴയ വീഡിയോ ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നതായിരിക്കും. എത്രത്തോളം താടിയും മീശയും ഉണ്ടായിരുന്നവനാണ് ഞാൻ. എനിക്ക് പോലും എന്നെ കണ്ടാൽ മനസ്സിലാവാത്ത രീതിയിൽ ഞാൻ കംപ്ലീറ്റ്ലി മാറി. ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ വന്നാൽ നമ്മൾ മാത്രമേ നമ്മളുടെ കൂടെ കാണൂ. അതല്ലാതെ നമുക്ക് കളിയാക്കലുകൾ കിട്ടിയേക്കാം, നമുക്ക് നമ്മുടെ ജോലിയെ ബാധിച്ചേക്കാം, ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. തളരരുത്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, ഇത് എനിക്ക് സംഭവിച്ചത് വളരെ പെട്ടെന്നായിരുന്നു. 1 മാസം കൊണ്ടാണ് എനിക്ക് ഈ ഒരു അസുഖം ഉണ്ടായത്. പ്രത്യേകിച്ച് കാരണമൊന്നും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ബ്ലഡ് ടെസ്റ്റിൽ പ്രശ്നമില്ല, ഒരു റീസണും ഇല്ലാതെയാണ് എനിക്ക് ഈ അസുഖം ഉണ്ടായത്. 1.5 മാസം കൊണ്ട് എൻ്റെ ശരീരത്തിലെ മുഴുവൻ രോമങ്ങളും കംപ്ലീറ്റ് കൊഴിഞ്ഞുപോയി. ഇപ്പോഴും എനിക്ക് ഐബ്രോസ് പിരികം ചെറുതായിട്ട് 2-3 രോമങ്ങൾ അവിടെ വന്നു തുടങ്ങി. തിരികെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ വിജയൻ മാസ്റ്റർ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തിരുന്നു. അവിടുത്തെ മെഡിസിൻ ട്രൈ ചെയ്യാൻ പോവുകയാണ് ഞാൻ. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ചെയ്തിട്ട് തലയിലെ മുടിയുടെ കാര്യത്തിലും കൂടെ എന്തെങ്കിലും തീരുമാനമാക്കണം. സോ അലോപേഷ്യ ഏരിയേറ്റ, അലോപേഷ്യ ടോട്ടാലിസ്, അലോപേഷ്യ യൂണിവേഴ്സാലിസ്, ഇതാണ് 3 സ്റ്റേജ് ഇതിൻ്റെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അവസ്ഥ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഡോണ്ട് വെറി, നിങ്ങൾ വിഷമിക്കേണ്ട. ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. എന്നെപ്പോലെ പെട്ടെന്നുണ്ടായവർക്ക് പെട്ടെന്ന് മുടി തിരിച്ച് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഇൻഫ്ലമേഷനെ കൺട്രോൾ ചെയ്ത്, ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ കൺട്രോൾ ചെയ്ത്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്ത്, നമ്മുടെ ഫുഡ് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്താണ് നമ്മൾ നഷ്ടപ്പെട്ടു പോയ ഈ രോമകൂപങ്ങളെല്ലാം വീണ്ടെടുത്ത് കൊണ്ടുവരാൻ പറ്റുക. ഇതാണ് സംഭവം. ഓക്കെ, മനസ്സിലായല്ലോ. ഒരൊറ്റ കാര്യം, യോഗ എന്തെങ്കിലും പുറത്ത് കാര്യങ്ങൾ ചെയ്യുക. മുസ്ലിംസ് ആണെങ്കിൽ 5 നേരം കറക്റ്റ് നിസ്കരിച്ചാലും മതി. ഇതൊരു വളരെ ഒരു സംഭവമാണ്. അതല്ല എങ്കിൽ നിങ്ങൾ യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പം മൈൻഡ് കുറച്ച് ഫ്രീ ആക്കണം. എക്സസൈസ്, ഫുഡ് നല്ലപോലെ കഴിക്കുക, ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക, കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഉറക്കം, ടെൻഷനാണ് മെയിൻ വില്ലൻ ടെൻഷനാണ്. സ്ട്രെസ്, ഡിപ്രഷൻ പ്രോബ്ലമാണ്. സോ എനിക്ക് എത്രത്തോളം എന്ന് വെച്ചാൽ, ഈ മെഡിസിൻ കഴിച്ച് എൻ്റെ നഖം വരെ നഷ്ടപ്പെട്ടു. എൻ്റെ നഖം പൊടിഞ്ഞു പോയി. എൻ്റെ കയ്യിൽ നഖമില്ലായിരുന്നു ഒരു സമയത്ത്. ഇതെല്ലാം പുതിയ നഖങ്ങളാണ് ഈ കിളിച്ച് വന്നേക്കുന്നില്ല. സോ ഇനി ഇങ്ങനൊരു പ്രോബ്ലം ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. എങ്ങനെ ഇങ്ങനെയുള്ള അസുഖങ്ങളിലോട്ടൊന്നും ചെന്ന് ചാടാതിരിക്കാം. ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത് ഒരിക്കലും. രാത്രി നന്നായിട്ട് ഉറങ്ങണം. ഡെയിലി മിനിമം 3 ലിറ്റർ വെള്ളം കുടിക്കുക. ഇതൊക്കെ മതി നമ്മുടെ ബോഡി, ഹെയർ, മുടിയൊക്കെ സംരക്ഷിക്കാനും നമ്മുടെ ശരീരം നല്ലപോലെ നിലനിന്ന് പോകാനും കൊളസ്ട്രോളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനൊക്കെ ഉള്ള നോർമൽ സംഭവങ്ങളാണ്. പക്ഷേ ആസ് എ പ്രവാസി എന്ന നിലയിൽ ഞാൻ ഒരുപാട് മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഒരുപാട്
കറക്റ്റ് സമയത്തിന് ഉറങ്ങാൻ പറ്റത്തില്ല, ഫുഡ് കഴിക്കുന്നില്ല. കഴിഞ്ഞ 2 വർഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും പറഞ്ഞാൽ സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ ഒരു 10 മണിക്ക് ഉറക്കം എണീക്കും, 11 മണിക്ക് നേരെ ഡയറക്റ്റ് ലഞ്ച് കഴിക്കും. അങ്ങനെയൊക്കെ ഒരു ബാഡ് ലൈഫ് സ്റ്റൈലായിരുന്നു എൻ്റേത്. അതിൻ്റെയൊക്കെയാണ് ഈ കിട്ടിയത്. പിന്നെ ഇനി എനിക്ക് പറയാനുള്ളൊരു കാര്യം, ആർക്കെങ്കിലും അലോപേഷ്യ യൂണിവേഴ്സാലിസ് എന്ന അല്ലെങ്കിൽ അലോപേഷ്യ ഏരിയേറ്റയിൽ തുടങ്ങുന്ന എന്തെങ്കിലും ഒരു അസുഖം വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഴിയുന്നതും എത്രയും പെട്ടെന്ന് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യുക. നോർമലി ഇത് മാറേണ്ട അസുഖമാണ്. ഗൂഗിൾ ചെയ്താലും നമുക്ക് കാണാൻ സാധിക്കും 100-ൽ 10% മാത്രമാണ് ഇതിൽ നിന്ന് റിക്കവർ ആവാനുള്ള ചാൻസ് എന്നൊക്കെ. ആക്ച്വലി 10% അതിലും കൂടുതൽ ചാൻസ് ഇതിലുണ്ട്. ധൈര്യമാണ്. ഇതിലും വലിയ രോഗങ്ങളൊക്കെ മാറിയ ചരിത്രങ്ങളുണ്ട് ധൈര്യം കൊണ്ട്. മനസ്സാണ് ഏറ്റവും വലുത്. ധൈര്യം കൈവിടാതിരിക്കുക. എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുപോലുള്ള പ്രശ്നം വന്നു പോയിട്ടുണ്ടെങ്കിൽ മെഡിസിൻസ് കറക്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്യുക, ഫുഡ് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക. എങ്ങനെയാണോ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മാറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ട് രാവിലെ എണീക്കാൻ നോക്കുക, രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്കുക, എല്ലാം കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. എൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ, എൻ്റെ താടി കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര നാൾ എൻ്റെ താടി മുഖത്ത് കാണുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ താടിയിൽ തൊട്ടിട്ടില്ല, ഒന്ന് ഷേപ്പ് ചെയ്യാൻ പോലും ഞാൻ ശ്രമിച്ചിട്ടില്ല. താടി അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാനും കരുതി. മീശയും കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിവേ ഞാൻ മെഡിസിൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ നിങ്ങളോടും കൂടെ ഒന്ന് പറയണമെന്ന് തോന്നി. അല്ലെങ്കിൽ ഞാൻ മാത്രം അറിഞ്ഞ് എൻ്റെ ഫാമിലി എൻ്റെ ഫ്രണ്ട്സ് മാത്രം അറിയുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും യൂട്യൂബിൽ അലോപേഷ്യ യൂണിവേഴ്സാലിസ് അല്ലെങ്കിൽ അലോപേഷ്യ എന്താണ്, എങ്ങനെയാണ് ഈ ശരീരത്തിലെ മുടി കൊഴിഞ്ഞു പോയിട്ട് തിരിച്ചു വരുമോ എന്നൊക്കെയുള്ള സംശയമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്.